നയന ദേവയാനിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ നയനയ്ക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അവിടെ പോയിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്തോണം, ആദർശ് അവിടുത്തെ MD ആണെന്ന് വിചാരിച്ചിട്ട് ഏത് സമയവും അവനിങ്ങനെ ശല്യം ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ മുത്തശ്ശനാണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, നോക്കും മോളുടെ ഇങ്ങനെ ഡിസൈൻ കൊണ്ട് നമ്മുടെ കമ്പനിക്ക് എന്തുമാത്രം നേട്ടമാണ് ഉണ്ടായത് എന്നൊക്കെ ഇവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മോളെ ഇങ്ങനെ ഇവള് ജോലിക്ക് ഇങ്ങനെ പോകാനൊക്കെ സമ്മതിച്ചതെന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, അതുകൊണ്ടൊന്നല്ല, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും പല ഫ്രണ്ട്സും വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവള് നന്നായിട്ട് ഡിസൈൻ വരയ്ക്കുമല്ലോ, പിന്നെ ഇവളെ ഇങ്ങനെ എന്തിനാ വീട്ടിനുള്ളിൽ തളച്ചിടുന്നതെന്നൊക്കെ. അപ്പോൾ പലരുടെ ഇടയിലും അങ്ങനെ ഒരു മുറുമുറുപ്പുണ്ട്, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറയും കേട്ടോ. പിന്നെ അതിനേഷാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും പറയാണ്, ഇനിയിപ്പോൾ മോള് നന്നായിട്ട് ഡിസൈനൊക്കെ വരച്ച് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മോളുടെ പേരിലായിരിക്കും ഇങ്ങനെ മോളെ വിമർശിക്കുന്ന അമ്മായിമ്മ പോലും അറിയപ്പെടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അതിനേക്കാളും നല്ലത് ഞാനങ്ങ് മരിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, മോള് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ദേവയാനി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ അവളെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, അവളങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശ് ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നയനേനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശ് നിനക്ക് അമ്മ പറഞ്ഞത് വിഷമമായോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് പറയും, ഇനിയിപ്പോൾ വിഷമമായാലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് നല്ലൊരു അവസരമല്ലേ അമ്മ ഒരുക്കി തന്നേന്നൊക്കെ പറയും, എനിക്കാണെങ്കിൽ ഏത് സമയം നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാലോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അമ്മ പറഞ്ഞതെല്ലാം കേട്ടല്ലോ, അമ്മയുടെ മോനെ ഇങ്ങനെ അവിടെ ചെന്ന് ശല്യം ചെയ്യരുത് എന്നാണ് അമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്നെ ശല്യം ചെയ്യേണ്ട, ഞാൻ അങ്ങോട്ട് ശല്യം ചെയ്തോളാം എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചിരിക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പോകാൻ പറഞ്ഞ നാവുകൊണ്ട് തന്നെ അമ്മ പോകണ്ടെന്ന് പറഞ്ഞ് അകത്ത് കയറി ഇരിക്കാൻ പറയുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് പോവാണേ. ഈ സമയം ദേവയാനിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ, അവളിങ്ങനെ ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ, അവളുടെ പേര് തന്നെ എനിക്ക് ഇങ്ങനെ അറിയപ്പെടാനും സാധിക്കട്ടെ എന്നൊക്കെ മനസ്സിലോർക്കുകയാണ്. എന്നിട്ട് പിന്നെ കരൾ കൊടുത്ത ആ കുട്ടീനെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശനോട്. അല്ല അച്ഛാ, എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയും ഹസ്ബൻഡും തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതൊക്കെ ആദർശനാണ് അറിയാവുന്നത്, അവനോട് ചോദിക്കായിരുന്നില്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവേനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്നായാലും എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടേ തീരൂ പറഞ്ഞിട്ട് ദേവേനെ അവിടെ നിന്ന് പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അവളതൊന്നും വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, അതെങ്ങനെയാണ് അവൾ വിട്ട് കളയുന്നത്, അവൾക്ക് കരൾ കൊടുത്ത് ഇങ്ങനെ സഹായിച്ച കുട്ടിയല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നെ എന്തായാലും ആദർശും നയനയും കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ദേവയാനിയുടെ ഈ മാറ്റത്തിനെ കുറിച്ച് ഭയങ്കര സംശയമാണ് കേട്ടോ. എന്നാലും അമ്മ ഇങ്ങനെ മാറിപ്പോയല്ലോ എന്നൊക്കെയാണ് നയന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പുരോഹിതനെ കാണാൻ പോയിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ പുരോഹിതനും അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജാരിയൊക്കെ നിന്നെക്കുറിച്ച് നല്ലത് മാത്രമേ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് വലിയൊരു അസുഖം വന്നതുകൊണ്ട് അമ്മയ്ക്കൊരു ചിന്തയുണ്ട്, നിന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതുകൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ളത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്മ മാറിയതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും എനിക്കിപ്പോൾ നല്ല സന്തോഷമാണെന്ന്, ഇനി അത് പെട്ടെന്നൊന്നും ഇല്ലാതാവാതിരുന്നാൽ മതിയായിരുന്നു, അമ്മ അങ്ങനെ മാറാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ അതിലുറച്ച് തന്നെ അമ്മ നിൽക്കുമെന്ന് ആദർശ് പറയാണ്. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് അനാമികയുടെയും അനിയുടെയും കാര്യം ഒന്ന് ശരിയാക്കി എടുക്കണം, അവളുടെ വാശിയും അതൊക്കെ ഒന്ന് മാറ്റി അവരെ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരണം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം അനിയുടെ മുഖത്താണെങ്കിൽ ഇപ്പോൾ ഒരു സന്തോഷമില്ലല്ലോ, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതം നന്നാക്കി എടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ സങ്കടമാവുന്നുണ്ട് കേട്ടോ അനിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ. പിന്നീട് അബിയും ജലജയും ജാനകിയും കൂടെ ഭയങ്കര ചർച്ചയിലാണ്. അങ്ങനെ ദേവയാനി ജോലിക്ക് വിട്ടതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇങ്ങനെ ഏട്ടത്തിക്ക് ഇതെന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏട്ടത്തി ഇങ്ങനെ ഇനിയിപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംശയിക്കണം എന്ന് പറയാണ്. നയനെ കാച്ചി വെച്ച് പാൽ കുടിച്ചാണല്ലോ ഏട്ടത്തിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വന്നതും ഇങ്ങനെ വലിയൊരു ഇത് വന്നതും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ അവളെങ്ങനെ എന്തായാലും പൊക്കി താഴെ ഇടാനുള്ള പരിപാടിയായിരിക്കും ചിലപ്പോൾ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ചിലപ്പോൾ അവളെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയാണ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു, അവളുടെ ചേച്ചീനെയും അവളെയും കൊണ്ട് എൻ്റെ മരുമോളാണെങ്കിൽ പുറത്തി മുട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ജാനകി ആണെങ്കിൽ. അപ്പോൾ ഈ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, അവളുടെ മരുമോളെ കൊണ്ട് നമ്മളും കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അഭി പറയും, മൂന്നെണ്ണത്തിനെ അടിച്ച് പുറത്ത് കളയണമെന്ന് പറയുമ്പോൾ
ജലജ പറയുന്നുണ്ടായിരുന്നു, അതിന് നയനി അനാമികയൊന്നും വിശേഷം അറിയിച്ചിട്ടില്ലല്ലോ, നിന്റെ ഭാര്യ പ്രസവത്തോട് അടുത്ത് നിൽക്കുകയാണ്, അപ്പോൾ അവളുടെ കുഞ്ഞിനെ കളയാനും ഇപ്പോൾ ഭയങ്കര പാടാണ്, അതുപോലെ അപ്പോൾ അവൾ ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് നമുക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ ഒഴിവാക്കുന്നത് വലിയ റിസ്ക് തന്നെയാണ്, അതുകൊണ്ട് നീ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ജലജയാണെങ്കിലും ആകെ ദേഷ്യപ്പെടുന്നുണ്ട് അബീനോട്. പിന്നീട് നയനി ആദർശം കൂടെ ഓഫീസിലേക്ക് വരുമ്പോൾ നയനിക്ക് ഇങ്ങനെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനൊരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് പറയും. അപ്പം അമ്മ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ നയനി ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഇങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ പവിത്രയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിങ്ങനെ സാറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചീത്ത കേട്ടാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നയന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വന്നുകൊണ്ട് പവിത്രയുടെ ഇതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പവിത്ര അങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഇവൾ വന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ പവിത്രയുടെ ജോലി ചെയ്യാതിരിക്കുന്നു വേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ ഇപ്പോൾ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നയനയുടെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. ആദർശാണെങ്കിലും നയനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ക്യാബിനൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയന വിചാരിച്ചിരുന്നത് ആദർശിൻ്റെ ക്യാബിനിൽ തന്നെ ഒരു ചെയറും കൂടെ ഇട്ട് കൊടുക്കുന്നായിരുന്നു. അപ്പോൾ നയന അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രത്യേകം ക്യാബിനൊക്കെ ഒരുക്കിയോ, ഞാൻ വിചാരിച്ചത് ആദർശേട്ടൻ്റെ ക്യാബിനിൽ തന്നെ ഒരു ചെയറും കൂടെ ഇട്ട് തരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാകുമ്പോഴേ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കാനേ സമയം കാണുള്ളൂ, ജോലി ചെയ്യാൻ സമയം കാണില്ല, അതുകൊണ്ടാണ് പ്രത്യേകം ക്യാബിനൊക്കെ ഒരുക്കിയെന്ന് പറയും കേട്ടോ. ഇനി ആ ചെയറിലേക്കൊന്ന് ഇരുന്നേന്ന് പറഞ്ഞിട്ട് നയനയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ചെയറിലേക്ക് അങ്ങ് പിടിച്ചിരുത്തിയിട്ട് കുറച്ച് ഗമയിലൊക്കെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആദർശ് ഫോട്ടോ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ആർക്ക് അയച്ചു കൊടുക്കാനാണ്, എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്കൊരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നയനയോട് ജോലി ചെയ്യാനൊക്കെ പറയാണ്, നന്നായിട്ട് ഡിസൈനൊക്കെ വരയ്ക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡിസൈനൊന്നും വരയ്ക്കാൻ പറ്റില്ല, ഒരു കസ്റ്റമർ വന്ന് നമ്മൾ ഇങ്ങനെ ഓരോ ഐഡിയാസ് തരുമ്പോഴാണല്ലോ നമുക്ക് നന്നായിട്ട് അവരുടെ അതൊക്കെ മനസ്സിലാക്കി ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഞാൻ നിനക്ക് കുറച്ച് ഐഡിയാസ് തരാം, നീ അതിനനുസരിച്ച് ഡിസൈനൊക്കെ വരച്ച് തന്നാൽ മതി എന്ന് ആദർശ് പറയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കമ്പനിക്ക് ഇനിയിപ്പോൾ ഒരുപാട് നേട്ടം ഉണ്ടാവും നീയും കൂടെ ഇവിടെ വന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ ഒരു ചീഫ് ഡിസൈനർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ പോസ്റ്റൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് സാലറി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് സാലറി ഒന്നും വേണ്ട എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് അതുപോലെ തന്നെ ലാഭത്തിൻ്റെ ഒരു പങ്കും കൂടെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കമ്പനിയല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ആദർശേട്ടൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടോ എന്നൊക്കെ പറയും കേട്ടോ, സാലറി എങ്ങനെ നയനയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്തായാലും ആദർശ് അതിന് സമ്മതിക്കുന്നില്ല, അത് വീട്ടിൽ വെച്ച് എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണല്ലോ, നിനക്ക് സാലറി തരണമെന്ന്, ഇനിയിപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും നയനേനെ അവിടെ ക്യാബിനിലാക്കിയിട്ട് ആദർശിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശും നയനിയും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ള ഭക്ഷണം തന്നെയാണ് കേട്ടോ അവർ കഴിക്കുന്നത്. അപ്പോൾ നയനയ്ക്കാണെങ്കിലും കറികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കറികൾ തന്നെയാണ് കേട്ടോ ദേവയാനി ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുള്ളതും. അപ്പോൾ നയന അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ മനസ്സറിഞ്ഞാണ് കറികളൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ട കറികളുമാണ് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് ഈ കറികളെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയണമെന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങനെ ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്ന് വരും, അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയാണ് കേട്ടോ. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. പിന്നീട് ദേവയാനിക്ക് നയനേനെ ഒന്ന് വിളിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ട്. നയനയാണെങ്കിലും ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ദേവയാനി വിളിക്കുന്ന കാണുമ്പോൾ തന്നെ നയന പെട്ടെന്ന് കോൾ എടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അമ്മയെന്ന് വിളിക്കും. അപ്പോൾ ആദ്യം തന്നെ ദേവയാനി ചോദിക്കുന്നത് ഇങ്ങനെ ഫുഡ് കഴിച്ചോ എന്നാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചോ എന്ന് പറയും. അപ്പോൾ രണ്ടാമത് ദേവയാനി പറയാണ്, നീ കഴിച്ചോ എന്നല്ല ചോദിച്ചത്, ആദർശ് കഴിച്ചോ എന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു, കറികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോറ് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ, അവൻ അങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കും കേട്ടോ. ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നതൊന്നും നല്ലതല്ല, അത് ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നീയും നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കിയ കറികൾക്കൊക്കെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് ദേവയാനി പറയുമ്പോൾ, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് അമ്മയെ പറഞ്ഞത്, ഞാൻ
ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികൾക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു എന്ന് പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നയനയോട് പറയുന്നുണ്ടായിരുന്നു, നീ നിൻ്റെ ജോലി നന്നായിട്ട് ചെയ്തോണം, അവനെ ഇങ്ങനെ ശല്യം ചെയ്യാനൊന്നും നിൽക്കരുത്. ഇനിയിപ്പോൾ ജോലിക്ക് ഇങ്ങനെ അവൻ്റെ കൂടെ വിട്ടു എന്ന് വിചാരിച്ചിട്ട് അവനെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മാറ്റിയെടുക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ ഞാനും മാറാൻ പോകുന്നില്ല, ആദർശേട്ടനും മാറുമൊന്നുമില്ല എന്നൊക്കെ നയന തിരിച്ച് ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ ജോലിക്ക് വിട്ടുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ കമ്പനിക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ നിനക്കും അതിൻ്റെ നേട്ടം കിട്ടും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് നല്ലൊരു സാലറി തന്നെയാണ് ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് സാലറി ഒന്നും വേണ്ടാന്ന് നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഇതൊന്നും ആരുടെയും വേണ്ട, അബിക്കും അതുപോലെ തന്നെ എനിക്കൊക്കെ ആദർശിനും ഒക്കെ അവിടെ ഒരു സാലറി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ആദർശ് അവിടുത്തെ MD ആണെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നിനക്കൊരു സാലറി തരും എന്നൊക്കെ പറയാണ്. പിന്നെ എന്തായാലും ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ വൈകുന്നേരം നേരത്തെ വീട്ടിലേക്ക് വന്നോണം, അവനെ വിളിച്ചുകൊണ്ട് എവിടെയും കറങ്ങാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ശരി എന്നൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനേനെ വിളിച്ച സന്തോഷത്തിൽ ദേവയാനി വിളിച്ച സന്തോഷത്തിൽ നയനി അങ്ങ് നിൽക്കുകയാണ്. പിന്നീട് വൈകുന്നേരം ഇങ്ങനെ ദേവയാനി ആണെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, നല്ല ആരോഗ്യമുള്ള സമയത്ത് പോലും ഇവൾ അടുക്കളയിൽ കയറി ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു, ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്താ ദേവയാനി നീ ഇവിടെ ചെയ്യുന്നത്, ഒരുപാട് സമയമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ഇപ്പോൾ വരുമല്ലോ, അപ്പോൾ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ, നേരത്തെ നയന ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം ചെയ്തിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അവളെ ഇവിടെ നിർത്തി പോയാലോ ആദർശ് എന്ന് പറയുമ്പോൾ അങ്ങനെയാകുമ്പോൾ അവളുടെ മുഖം ഇങ്ങനെ ഏത് സമയവും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ, ഇതിപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവളുടെ മുഖം കാണണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിലും എന്തായാലും നയനമോളെ അവൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നീ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, നമുക്ക് ഒരു ജോലിക്കാരിനെ വെക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അടുക്കള ജോലിക്ക് പുറത്തുനിന്നുള്ള ജോലിക്കാരൊന്നും വേണ്ട, ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ജോലി തന്നെ ഇവിടെ ഉള്ളൂ എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശിനോട് ആ പലഹാരമൊക്കെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ആര് പറയുന്നത്, അപ്പോൾ നയനി എങ്ങാനും പറഞ്ഞാലോ, നയനിയാണല്ലോ ആദർശിന് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നത്, ഇനിയിപ്പോൾ അവൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതായിട്ട് ഞാൻ ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എനിക്കല്ലേ അതിൻ്റെ നാണക്കേട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആദർശ് അങ്ങനെ എങ്ങാനും പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ആദർശ്, നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇനിയിപ്പോൾ വായിൽ വെക്കാൻ കൊള്ളില്ലെങ്കിലും നിന്നോട് ഇങ്ങനെ അത് കൊള്ളില്ല എന്നൊന്നും പറയില്ല, അവനത് കഴിച്ചോളൂ എന്ന് പറയാണ്. നിൻ്റെ മരുമോളും അങ്ങനെ തന്നെയാണ്, അവളും അങ്ങനെ കുറ്റമൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും അവർ മാറി നിന്ന് പറഞ്ഞാലോ, അതുകൊണ്ടാണ് അമ്മേനോട് ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും എടുത്ത് കഴിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാം നന്നായിട്ടുണ്ട്, നീ മനസ്സറിഞ്ഞ പോലെയാണല്ലോ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എല്ലാത്തിനും നല്ല രുചിയുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവയാനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്